നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്റെ അമ്മയുടെ നാട്ടിലേക്ക് ഇടയ്ക്ക് വരണം. ഒരുപക്ഷെ അവിടെയുള്ളവര് നിന്നെ ഇതുപോലെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പല്ലവി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വെറുതെ എല്ലാവരോടും വെറുപ്പ് കാണിക്കാതെ ഹാപ്പി ആയിട്ട് കൂളായിട്ട് അവരോട് ഇടപഴകാൻ ശീലിക്കേ. നീ എന്തിനാ പാർവതിയുടെ അനിഷ്ടം കാണിക്കുന്നത്? പാർവതി നമ്മുടെ ജീവിതമൊന്നും നന്നായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ആളല്ലേ. അപ്പോ ആ പാർവതിയെ കുറിച്ച് നീ ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കാൻ പാടുണ്ടോ? ദേ, മനസ്സിലെ നെഗറ്റീവ് ഒക്കെ മാറ്റി വെച്ചിട്ട് നീ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നേ. വേഗം പറഞ്ഞു കേട്ടോ. പാർവതി, പൂജയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞോ? ആയിക്കൊണ്ടിരിക്കുന്നു. സാർ റെഡിയായോ? ഞാൻ റെഡിയായി. അല്ല, നീ ഈ വേഷം മാറുന്നില്ലേ? എനിക്ക് ഇറങ്ങാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടല്ലോ സർ. അല്ല, ഇതേതാ ഈ സാരി? ഇന്ന് നീ ഏത് സാരിയാ ഉടുക്കുന്നേ? അന്ന് ഞാൻ നിനക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് തന്ന ഒരു പച്ച പട്ട് സാരി ഇല്ലേ, അത് കൊടുത്താ മതി. അല്ല സർ, അത് എന്തു പറ്റി? അത് സാർ എന്നോട് ക്ഷമിക്കണം. മനസ്സിലായില്ല. ആ സാരി ഞാൻ പല്ലവിക്ക് കൊടുത്തു. പല്ലവിക്കോ? ആ സാരി കണ്ടപ്പോ അവക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം. അത് കിട്ടിയാ കൊള്ളാന്നൊക്കെ ഒരു തോന്നല്. അങ്ങനെ അവൾ ആ ആഗ്രഹവും വെച്ച് എന്നോടത് ചോദിച്ചു. സാർ എനിക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന സാരി ആയതുകൊണ്ട് എനിക്കത് അവക്ക് കൊടുക്കാൻ വിഷമമൊക്കെ തോന്നി. അതുകൊണ്ട് അത് തരാൻ പറ്റില്ലെന്നും അതെനിക്ക് വിശാൽ സാറ് പ്രത്യേകം വാങ്ങിക്കൊണ്ട് വന്നതാണെന്നും ഞാൻ അവളോട് 1-2 വട്ടം പറഞ്ഞു. അവൾ അത് കേട്ടില്ല. അവള് വാശി പിടിച്ച് അത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ അവക്ക് ഇതാ സ്വഭാവം. ആഗ്രഹിച്ചത് അവള് നേടിയിരിക്കും. അതില് ആർക്ക് എന്ത് വിഷമം തോന്നിയാലും അവൾ അത് കാര്യമാക്കില്ല. അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ളവളാ പല്ലവി. സാറ് ദയവേത് എന്നോട്. ശരി ശരി, അതൊന്നും സാരമില്ല. അതവൾ കൊടുത്തോട്ടെ. പാർവതിക്ക് അതുപോലെ വേറൊരെണ്ണം ഞാൻ വാങ്ങിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട സർ. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. താനിപ്പോ പൂജയ്ക്ക് വേണ്ടി റെഡിയായിട്ട് വാ. സാറിന് വിഷമമായി കാണൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.